നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് ഒരു അവിയലുണ്ടാക്കാം. കേരള സ്റ്റൈൽ അവിയൽ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളാണ്. എസ്പെഷ്യലി ഞാൻ അതിൻ്റെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ആദ്യം നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുക്കാം. ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അവിയലിൻ്റെ പോലെ നമുക്കരിയാം. അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കേരളം ഉണ്ടായ കാലം തൊട്ട് അവിയലുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഓക്കെ, എന്നാലും എൻ്റെ ഒരു സ്റ്റൈല് ഞാൻ അതിനകത്ത് വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ ചെറിയായിട്ടുള്ളൊരു പൊടിക്കൈ മാത്രം. എല്ലാവരും ചെയ്യാറില്ലായിരിക്കും, പക്ഷെ ഞാൻ ചെയ്തു. ഓക്കെ, നിങ്ങൾ നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, എന്നാലും നിങ്ങൾക്കത് അറിയുള്ളൂ. ഞാൻ എന്നും ഓരോ വീഡിയോ ഇടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അവിയലിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചിട്ട് നമ്മൾ പറയുകയെന്ന് പറഞ്ഞാൽ, അവിയൽ നമ്മൾ ഇപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് സാധനത്തിന് നമ്മൾ എന്ത് കല്യാണത്തിനാണെങ്കിലും, നമ്മുടെ ഒരു ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും ഏത് പരിപാടിക്കാണെങ്കിലും വെജിറ്റേറിയനകത്ത് അവിയലില്ലാത്ത ഒരു മെനു ഉണ്ടാകില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും അതിനകത്തുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒട്ടുമുക്കാലും നമ്മുടെ പച്ചക്കറികളൊക്കെ നമുക്ക് ഒട്ടുമുക്കാലും നമുക്ക് നേരെ മറിച്ച് നമുക്ക് പക്ഷെ അവിയലിൽ ഇടാൻ പറ്റാത്ത സാധനങ്ങൾ പലതുണ്ട്. ഒരു കാരണവശാലും നമ്മൾ കരയില എന്താ പറയുക, പാവയ്ക്ക, ഹിന്ദിയിൽ കരയില എന്ന് പറയും. ആ സാധനമൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല അതിനകത്ത്. ഇപ്പോൾ തക്കാളി എന്താ പറയുക, നമ്മുടെ വെണ്ടയ്ക്ക ഇടുന്നവരുണ്ടാകും, പക്ഷേ വെണ്ടയ്ക്കയാണെങ്കിലും ഇടാറില്ല. വെണ്ടയ്ക്ക ഇട്ടാൽ കൊഴിഞ്ഞു പോകും എന്ന് പറയും. ഈവൻ ചിലപ്പോൾ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലവർ ഞാൻ പല ഇതിനും കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ വഴുതനങ്ങ പോലും ഇടും, അതായത് കുഴയുമെന്നും. പക്ഷെ ഞാൻ അത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഒരു റിച്ചായിട്ടുള്ള ഒരു ഡിഷാണ് അവിയൽ. അപ്പം നമ്മളെല്ലാവരും ചെയ്ത് നോക്കുന്നതാണ്. നമ്മുടെ വീടുകളിലെല്ലാവരും എപ്പോഴും നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ നമുക്ക് എപ്പോഴും എവിടെ പോയാലും ഇതൊരു സദ്യ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മളത് ചെയ്യാറുണ്ട്. സദ്യ അല്ലെങ്കിൽ പോലും ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അവിയൽ. പിന്നെ ചെറുതായിട്ട് നമുക്ക് അവിയലിൻ്റെ പിന്നെ ഇതിന് ഒരു സ്റ്റാൻഡേർഡായിട്ട് ഇതിന് പിന്നെ നമ്മൾ അരിയുന്ന അവിയലും ഇപ്പം നമ്മൾ അരിയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളതിനൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മളെല്ലാവരും അരിയുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. നമ്മൾ കറികൾ പൊതുവേ നമ്മൾ ഓരോ ഡിഷിനും അതിൻ്റേതായിട്ടുള്ള കട്ടിങ് ഉണ്ട്. നേരെ മറിച്ച് അവിയൽ അത് ഈ കട്ടിങ്ങിൽ എനിക്കതറിയില്ല. നമ്മൾ ഈ സാധനങ്ങൾ ചേർക്കുന്നതിലാണ് ടേസ്റ്റ് എന്ന് പറയുമെങ്കിലും നമ്മൾ ഈ കട്ടിങ്ങിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളൊരു സാധനം നമ്മൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നേരെ മറിച്ച് അവിയലൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ട് ചെറുതായിട്ട് നമ്മളത് ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ അപ്പം അതെല്ലാം ഒരു യൂണിഫോമായിട്ട് നമ്മുടെ കഷ്ണങ്ങൾ കാണാം. അത് എല്ലാവർക്കും വളരെ നമുക്കത് കാണുന്ന നമ്മുടെ കണ്ണിൻ്റെ കൗതുകം നമ്മളുടെ രുചിയിൽ കൂടെ, നമ്മുടെ നാക്കിൽ കൂടെ, അത് ആമാശയത്തിൽ കൂടെ അറിയുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിവേ, സോ നിങ്ങൾ ഇതിനകത്തിപ്പോൾ നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും ഇത് ജനറലായിട്ട് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ദേശീയ ഒരു ആഹാരമാണ്, നമ്മുടെ ഒരു ദേശീയ വെജിറ്റേറിയൻ ആഹാരമാണ് അവിയൽ. അവിയൽ നമ്മുടെ ഒരു ദേശീയ ആഹാരമാണ്. അപ്പം ഉറപ്പായിട്ടും നമ്മളെല്ലാവരും നിങ്ങൾ നോക്കണം. ഇതൊന്ന് എങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ കൂടുതലും വെജിറ്റേറിയൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. എല്ലാ ഡിഷുകളും ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എൻ്റെ ചാനൽ. ഓക്കെ, അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പം ഞാൻ കുറച്ച് കോവയ്ക്ക എടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ കോവയ്ക്ക എടുക്കുമ്പം
നമ്മുടെ കോവയ്ക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോവയ്ക്കയ്ക്ക് ചെറുതായിട്ടുള്ളൊരു പുളിയുണ്ട്. അപ്പോൾ ഈ പുളി എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സാധനങ്ങൾക്കും പല 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 നമ്മുടെ നമ്മുടെ പല കറി ഇപ്പം ഈവൻ നമ്മളിത് സാമ്പാറിനാണ്. അപ്പം ഈ സാധനം ഇപ്പം ഈ അവിയലിനകത്തൊക്കെ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടും. നമ്മൾ ബാക്കിയുള്ള ഇപ്പോൾ ഈ അവിയലിനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല സാധനങ്ങളും, അതായത് മസാലകളൊന്നും അധികം ഉപയോഗിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ച് ജീരകം ഇടുന്നു, പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നു. അപ്പം ഇങ്ങനെ ഇടുന്നുള്ളൂ. അതിനകത്ത് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നത് പൊതുവെ നമ്മൾ മുളക് പൊടിയല്ല ഇടുന്നത്, അല്ലെങ്കിൽ പച്ചമുളകാണ് ഇടുന്നത്. അല്ലെങ്കിൽ ആ പച്ചമുളക് ഇടുമ്പോൾ അത് നല്ല അരക്കി അല്ലെങ്കിൽ കീറി ഇടുകയും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ അവിയലിനകത്ത് ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ള പല കറികളിലും നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ നമ്മൾ അതിനകത്ത് മുളകും മല്ലിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു റിച്ചായിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ മോര്, ഞാൻ പൊതുവേ മോര് ഇതിനകത്ത് പല കാര്യങ്ങളും, ചിലവർ പിഴുപുളി, അതായത് നമ്മുടെ വാളംപുളി എന്ന് പറയുന്ന സാധനം നമ്മളതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് പിന്നെ തൈരാണ്, കട്ട തൈരാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ട പല സാധനങ്ങളും വളരെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അപ്പം നിങ്ങൾ എല്ലാവർക്കും അതറിയാം, എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു അവിയലാണ് ഞാൻ ചെയ്യുന്നത്. പെട്ടെന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെജിറ്റേറിയൻ കട്ടിങ് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു വലിയൊരു ടാസ്ക്. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്നു, എത്ര ക്വാണ്ടിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നു, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ടാസ്ക്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, ട്രൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്തു നോക്കണം. ഇപ്പോൾ ഈ അവിയൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വീടുകളിൽ ഇപ്പോൾ സദ്യ അങ്ങനെയുള്ള എന്തെങ്കിലും ഫങ്ഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ, നമ്മുടെ വീട്ടിലെന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു വെജിറ്റേറിയൻ ഇതാണെങ്കിൽ നമ്മൾ അവിയൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കേണ്ട ഒരേ ഒരു കാര്യം, അവിയൽ നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ അല്ലാത്ത സമയങ്ങളിലും നമ്മൾ ഉൾപ്പെടുത്തണം. അത് എന്താ വെച്ചാൽ ഈ വെജിറ്റേറിയൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇതിനകത്ത് കുറേ വെജിറ്റേറിയൻസ് പിന്നെ നമുക്ക് വെജിറ്റബിൾ ഉണ്ട്. സോ അതൊക്കെ നമ്മുടെ സ്റ്റമക്കിനും നമ്മുടെ ശരീരത്തിനും ഭയങ്കര, നമുക്ക് എരിവൊക്കെ ഭയങ്കര ബാലൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് അവിയൽ. അപ്പം അത് വളരെ നല്ലതാണ്. വളരെ നമ്മൾ എപ്പോഴും ഈ ഫുഡ് നമ്മൾ കണ്ടമാനം നമ്മൾ കഴിക്കുമ്പം അപ്പം നമുക്ക് എന്തെങ്കിലും സ്റ്റമക്കിനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെജിറ്റേറിയൻ നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു സംതൃപ്തി വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം എൻ്റെ കൂട്ടുകാർ ഉറപ്പായിട്ടും നിങ്ങളത്, ഞാനത് വെജിറ്റേറിയൻ, ഞാനൊരു നോൺ വെജിറ്റേറിയനാണ്. ഞാൻ നോൺ വെജ് കണ്ടമാനം ഉപയോഗിക്കും. പക്ഷേ എനിക്ക് വെജിറ്റേറിയനാണ്. ഈവൻ നമ്മുടെ ഇപ്പോൾ സാമ്പാറാണെങ്കിലും അവിയലാണെങ്കിലും തോരനാണെങ്കിലും ഇതൊക്കെ ഞാൻ എൻ്റെ ഇതിനകത്തൊക്കെ വീഡിയോയിലൊക്കെ കൊണ്ടുവരാൻ, ഇപ്പം പച്ചടി കിച്ചടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഉറപ്പായിട്ടും ഇനിയുള്ള എൻ്റെ വരുന്ന അപ്കമിങ് വീഡിയോസിലൊക്കെ ഞാൻ കുറച്ച് ട്രഡീഷണലായിട്ടുള്ള നമ്മളുടെ ഡിഷുകൾ ആഡ് ചെയ്യാൻ ഞാൻ ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം, നിങ്ങളുമായിട്ട് സംവദിക്കുക. അപ്പം നിങ്ങളുമായിട്ട് സംസാരിക്കുക, എനിക്കെൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുക. എനിക്കിപ്പം ഇതിനെക്കുറിച്ചിട്ട് വലിയ ഗ്രാഹ്യമോ വലിയ കഴിവോ ഒന്നുമില്ലാത്ത ഒരാളാണ് ഞാൻ. ഓക്കെ, സോ എൻ്റെ ഒരു പാഷനാണ് കുക്കിംഗ്. അത് കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് വലിയ ഇതുമില്ല, ഒരു കഴിവോ ഒന്നുമില്ല. പക്ഷേ ഞാനത് ചെയ്യുക, ഞാൻ വളരെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പം നമ്മുടെ കുടുംബത്തെ വീട്ടുകാരെയൊക്കെ വിട്ടിട്ട് വർഷങ്ങളോളം നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുക്കിംഗ് പഠിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു അഡ്വാൻറ്റേജസിൽ കൂടിയായിട്ട് ഞാൻ യാത്ര ചെയ്തിരിക്കുന്നത്. എൻ്റെ ജേണി മൊത്തം അങ്ങനെയാണ്. അതായത് സെൽഫായിട്ട് നമ്മൾ സ്വന്തമായിട്ട് കേട്ടതും പറഞ്ഞതും. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ
എന്താ പറയുക, നമുക്കെല്ലാം ഇൻസ്റ്റൻ്റ്, നമുക്ക് ഏത് സാധനങ്ങളും നമുക്ക് ഈസി ആയിട്ട് ആണ്. നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ വെച്ചത് നമ്മളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ അത് നമുക്കിപ്പം ഞാൻ എൻ്റെ എല്ലാ പച്ചക്കറികളും ഞാൻ അരിഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കരിയാപ്പിലയും ഇട്ട്, ജീരകപ്പൊടിയും കരിയാപ്പിലയും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, നല്ലതായിട്ട് മഞ്ഞൾപ്പൊടി ഞാനിടുന്നു. ഓക്കെ, ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കരിയാപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കുറച്ച് കരിയാപ്പിലയും കൂടെ നമുക്ക് ഒന്ന് ഇളക്കാം. നല്ല വൃത്തിയായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതായത് കറികളിൽ ഒരു കിങ്ങാണ്, വെജിറ്റബിൾ കറിയുടെ കിങ്ങാണ് നമ്മുടെ അവിയൽ അല്ലേ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നമ്മളൊരു സദ്യക്ക് അവിയലില്ലാത്ത കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇല്ല, ഇറ്റ്സ് നോട്ട്. അത് നമുക്കൊരു അതായിട്ടല്ല നമുക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ ഒരു വളരെ റിച്ചായിട്ടുള്ളൊരു ഫുഡാണ് അവിയൽ. എല്ലാവർക്കും, ഈവൻ നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ പോലും അതിന് എന്താ വെച്ചാൽ സ്പൈസസ് അല്ല. ഞാൻ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങയെടുത്ത് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, കുറച്ച് കരിയാപ്പില കൂടെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇതെടുക്കാം. നമ്മളുടെ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വളരെ അളിയിക്കേണ്ട കാര്യം, എന്നാലും നല്ലതായിട്ട് അതായിട്ടുണ്ട്, പൊട്ടാൻ പാടില്ല. എന്നാലും ഓക്കെ, ഫൈൻ. ഓക്കെ, അത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഈ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ അരപ്പ് നമുക്ക് ഇടാം. വെള്ളമൊക്കെ നല്ലതായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. എത്ര പെട്ടെന്നാണ് നമ്മുടെ അവിയൽ പെട്ടെന്ന് ഫോമാണ്. ഓക്കെ, അത് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു മണവും അത് നിങ്ങൾ നോക്കൂ, നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുക, സൂക്ഷിച്ച് നോക്കുക. ആ കറിയുടെ നമ്മുടെ മഞ്ഞക്കറി, എപ്പോഴും നമ്മൾ മഞ്ഞളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ഞാനത് എന്താ പറയുക, നമ്മളിതിനെക്കുറിച്ച് ഈ മഞ്ഞളിനെ കുറിച്ചിട്ട്, മഞ്ഞൾ നമ്മുടെ ഹെൽത്തിന് വളരെ ഇതുള്ളൊരു സാധനമാണ്. അതിന് വളരെ പ്രത്യേകതകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു റിച്ച്നെസ് ഇറ്റ്സ് അമേസിങ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുക, അതിൻ്റെ ഇത് നോക്കുക. കുറച്ച് ചൂട് ചോറിട്ടിട്ട് കുറച്ച് ഞാൻ തൈര് ഞാൻ ആഡ് ചെയ്യുന്ന കണ്ടോ നിങ്ങൾ? ഓ മൈ ഗോഡ്, അതിൻ്റെ ആ ടേസ്റ്റ് നോക്കൂ, എത്ര രസകരമായി, എത്ര രുചികരമായിരിക്കും. നമ്മളൊരു ചോറ്, കുറച്ച് ചൂട് ചോറിനകത്തെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ പറയാൻ പറ്റില്ല, മനോഹരമായിട്ടുള്ള സാധനമാണ്, ടേസ്റ്റായിട്ടുള്ള, അതായത് രുചികരമായിട്ടുള്ള ഒരു ഡിഷാണ് അവിയൽ. അവിയലിനെ കുറിച്ചിട്ട് ഞാനിത് പറയാനൊന്നുമില്ല ലോകത്തിൽ. നമുക്കിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കത് നല്ല വൃത്തിയായിട്ട് നമുക്കൊന്ന് ഇളക്കാം, നല്ലതായിട്ടൊന്ന് ഇളക്കാം. നല്ലതായിട്ടായിരുന്നു. ഇനി നമുക്ക് വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് ഇനി നമ്മൾ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ നോക്കൂ, നമ്മളുടെ രുചികരമായിട്ടുള്ള വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള നമ്മളുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. താങ്ക് യു സോ മച്ച്.